PSCയിൽ റിപ്പീറ്റഡ് ആയി ചോദിച്ചു കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ നമുക്ക് കോഡിലൂടെ ഒന്ന് പഠിച്ചെടുത്താലോ? അപ്പൊ നോക്കൂ, ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ബാലവേല നിരോധിച്ചിരിക്കുന്നത് 24-ാം അനുച്ഛേദം. 24-ാം അനുച്ഛേദ പ്രകാരമാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പൊ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുക അല്ലെ? കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് എത്ര സമയമാണ്? 24 മണിക്കൂറാണ് എന്ന് ഓർത്തോളൂ. 24 മണിക്കൂർ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിച്ചാൽ എന്താവും? നമുക്ക് നല്ല ശിക്ഷ കിട്ടും. നമുക്ക് ഓപ്ഷനിൽ നിന്നും ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കോഡുകളൊക്കെ നിങ്ങൾക്ക് അവിടെ യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാലവേല എന്ന് പറയുമ്പോൾ കുട്ടികളെ കൊണ്ട് 24 മണിക്കൂറും പണിയെടുപ്പിക്കുകയാണ് എന്ന് ഓർത്താൽ 24-ാം വകുപ്പ് പ്രകാരമാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്. ഇനി നോക്കൂ, ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാം വകുപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാം വകുപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ 324. 324 ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ 3 അംഗങ്ങളാണ്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും ഉൾപ്പെടുന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ 3 എന്ന് കണക്ട് ചെയ്യാലോ? 3. ഇനി ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഈ 3 പേർക്കും എന്താണ്? 24 മണിക്കൂറും ഡ്യൂട്ടിയാണ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ 324 പ്രകാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചു, തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 3 അംഗങ്ങളാണ്, ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും. അപ്പോൾ 3 എന്ന് കണക്ട് ചെയ്തു. ഇനി ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ 3 പേർക്കും 24 മണിക്കൂറും ഡ്യൂട്ടി എന്ന് ഓർത്താൽ 324 കണക്ട് ചെയ്യാലോ? ഇനി തൊട്ടുകൂടായ്മ നിരോധിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് മഹാത്മാഗാന്ധി കി ജയ് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ വന്നിട്ടുള്ള വകുപ്പ് ചോദിച്ചാൽ ഏതാണ്? തൊട്ടുകൂടായ്മ നിരോധിച്ചുകൊണ്ടുള്ള വകുപ്പ് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 ആണ് തൊട്ടുകൂടായ്മ നിരോധിച്ചുകൊണ്ടുള്ള വകുപ്പ്. അപ്പോൾ എങ്ങനെ ഓർക്കാം? അപ്പോൾ തൊടാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ഒരു കൈ യൂസ് ചെയ്യില്ലേ? തൊടാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ തോണ്ടാനൊക്കെ വേണ്ടിയിട്ട് ഒരു കൈ യൂസ് ചെയ്യും. അപ്പോൾ ആ ഒരു കൈ നമ്മൾ എങ്ങനെ തോണ്ടാൻ വേണ്ടി പോകുമ്പോൾ ആ ഒരു കൈ ഇങ്ങനെ വളയും എന്ന് ഓർത്താൽ മതി. കൈ ഇങ്ങനെ ഒന്ന് വളച്ചെടുക്കും അല്ലേ? അപ്പൊ അതിൽ നിന്ന് 17 എന്ന് കണക്ട് ചെയ്യാലോ? ആർട്ടിക്കിൾ 17 പ്രകാരമാണ് തൊട്ടുകൂടായ്മ നിരോധിച്ചിട്ടുള്ളത്. അപ്പോൾ കോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് കൂടെ ചെയ്തോളൂ.